ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഏറ്റവും പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുവാൻ തൊട്ടടുത്ത ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. റസ്ലിംഗ് ന്യൂസ് മലയാളത്തിൻ്റെ പുതിയൊരു ന്യൂസ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു ന്യൂസ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ പുറത്തു വരുന്ന വളരെ ഒരു ലേറ്റസ്റ്റ് ഒരു വാർത്തയാണ്. അപ്പോൾ WWE സംബന്ധിക്കുന്ന അതുപോലെ തന്നെ AEWനെ സംബന്ധിക്കുന്ന ഒരു വാർത്തയാണത്. AEW റസ്ലിംഗ് ഒരുപാട് പ്രൊഫഷണൽ റസ്ലിംഗ് താരങ്ങളുമായിട്ട് കോൺട്രാക്റ്റ് ചെയ്യുന്നു. അപ്പോൾ കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അവർ ഇൻഡിപെൻഡൻറ്റ് സർക്യൂട്ടിലുള്ള ഒരുപാട് റസ്ലേഴ്സിനെ അവർ AEWയിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും വലിയൊരു വാർത്തയാണ് WWEയിലെ നിലവിലെ ഏറ്റവും ഒരു ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാറിനെ തന്നെ അവർ AEWയിലേക്ക് ഒരു വലിയൊരു ഓഫറാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് എന്നുള്ളൊരു വാർത്ത ഒരു റസ്ലിംഗ് ഒബ്സർവിംഗ് ന്യൂസ് വെബ്സൈറ്റാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അത് സൂചിപ്പിക്കുന്നത് നമ്മൾ നേരത്തെ കേട്ടു, ബ്രോക്ക് ലെസ്നർ അതുപോലെ തന്നെ AJ സ്റ്റൈൽസ് ഇതുപോലുള്ള കുറേ പേര് AEWയുമായിട്ട് സഹകരിക്കുമെന്നുള്ള റൂമറുകളൊക്കെ നമ്മൾ കേട്ടിരുന്നു. പക്ഷേ ഇതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമായിട്ട് ഇപ്പോൾ WWE നിലവിലെ ആക്റ്റീവായിട്ടുള്ള ഒരു സൂപ്പർ താരം, ഒരു റസ്ലറെ, വളരെ പ്രമുഖനായിട്ടുള്ള ഒരു റസ്ലറാണെന്നാണ് പറയുന്നത്. അതും കൂടുതൽ ആ ഒരു വെബ്സൈറ്റ് കൃത്യമായിട്ട് ആ ഒരു സൂപ്പർ താരത്തിൻ്റെ പേര് പറയുന്നില്ല എങ്കിലും അത് കൂടുതലും ഒബ്സർവേഴ്സ് പറയുന്നത് ഫിൻ ബാലറിനാണ് ആ ഒരു സാധ്യത എന്നാണ് പറയുന്നത്. ഫിൻ ബാലറിനെയാണ് AEW സമീപിച്ചിരിക്കുന്നത് എന്നാണ്. ഇപ്പോൾ ഫിൻ ബാലർ WWEയുമായിട്ട് കോൺട്രാക്റ്റ് നിലവിലുള്ള ഒരു സൂപ്പർ സ്റ്റാർ ആണ് എങ്കിലും ഒരുപാട് എന്തൊക്കെയായാലും കോൺട്രാക്റ്റ് എക്സ്പയറി ആകുന്നതോടുകൂടി ഫിൻ ബാലറിന് നല്ലൊരു ഓഫറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ ഫിൻ ബാലറിൻ്റെ ലൈഫിൽ കിട്ടിയിട്ടുള്ള ഒരു വലിയൊരു ഓഫർ തന്നെയാണെന്നാണ് പറയുന്നത്. ഒരിക്കലും റിജക്റ്റ് ചെയ്യാൻ സാധിക്കാത്ത അത്ര വലിയൊരു ഓഫറാണ് AEW നൽകിയിരിക്കുന്നത് എന്നാണ് പറയുന്നത്. നമുക്കറിയാം, നിലവിലെ സാഹചര്യത്തിൽ WWEയിൽ ഫിൻ ബാലറിന് വേണ്ടത്ര ഒരു പരിഗണന ലഭിക്കാതെ പോകുന്നുണ്ട് പലപ്പോഴും. ഇപ്പോൾ റോയൽ റംബിളിൽ ലഭിച്ച ഒരു അവസരം എന്ന് പറയുന്നതും വെറുതെ ആ ഒരു മാച്ച് സംഘടിപ്പിക്കാൻ വേണ്ടി മാത്രം, അല്ലെങ്കിൽ ആ ഒരു ഇവൻറ്റിൽ ഒരു അട്രാക്റ്റീവായിട്ടുള്ളൊരു മാച്ചിന് വേണ്ടി മാത്രമായിരുന്നു. ഫിൻ ബാലറിന് വേണ്ടിയിട്ടുള്ള ഒരു മാച്ച് ആയിരുന്നില്ല അത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫിൻ ബാലറിന് ഒരുപാട് അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്നു. ഫിൻ ബാലറിന് വേണ്ടത്ര രീതിയിൽ WWE ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഓഫർ ഫിൻ ബാലർ സ്വീകരിക്കാനാണ് സാധ്യത. പക്ഷേ ഫിൻ ബാലറിൻ്റെ കോൺട്രാക്റ്റ് ഇപ്പോഴും WWEയിൽ നിലവിലുള്ളത് കൊണ്ട് ഇതിന് എത്രമാത്രം സാധ്യതയുണ്ട് എന്നറിയില്ല. എങ്കിലും അദ്ദേഹം ഒരുപക്ഷെ റിലീസ് ആവശ്യപ്പെടുകയോ WWE അത് നൽകുകയാണെങ്കിൽ തന്നെ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് എക്സ്പയർ ആവുന്നതോടുകൂടെ അദ്ദേഹം ചിലപ്പോൾ AEWയുമായിട്ട് സഹകരിക്കാനായിരിക്കും സാധ്യത. അദ്ദേഹം ഒരു കാര്യം ഉറപ്പാണ്, ഇത്ര വലിയൊരു ഓഫർ ഫിൻ ബാലറിന് വന്ന സ്ഥിതിക്ക് അദ്ദേഹം തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് അദ്ദേഹം തുടർന്നും WWEയുമായിട്ട് മുന്നോട്ട് പോകാൻ സാധ്യത വളരെ കുറവാണ്. കോൺട്രാക്റ്റ് എക്സ്പയർ ആവുന്നതോടുകൂടി അത് റീസൈൻ ചെയ്യാനുള്ള സാധ്യതകളില്ല. അത് AEWയിലേക്ക് അദ്ദേഹം പോകാനായിരിക്കും കൂടുതൽ സാധ്യത. കൂടാതെ AEW ഇപ്പോൾ ഒട്ടനവധി സൂപ്പർ സ്റ്റാറുകളാണ്. ഇപ്പോൾ നിലവിലെ ഇമ്പാക്ട് റസ്ലിംഗിലെ വേൾഡ് ടാഗ് ടീം ചാമ്പ്യന്മാരായിട്ടുള്ള ലൂച്ച ബ്രദേഴ്സിനെ, ഫീനിക്സും പെൻറ്റഗൺ ജൂനിയറും നമുക്കറിയാം വളരെ പോപ്പുലറായിട്ടുള്ള ടാഗ് ടീം റസ്ലേഴ്സാണ്, മെക്സിക്കൻ റസ്ലേഴ്സാണ് അവർ. അപ്പോൾ അവരായിട്ട് AEW ഇപ്പോൾ കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരെ ഒരു ഇൻഡിപെൻഡൻറ്റ് പ്രൊമോഷനിൽ വെച്ച് തന്നെ അവർ മാറ്റ് ആൻഡ് നിക് ജാക്സൺ അവരുമായിട്ട് നേരിട്ട് ഒരു ഓഫർ നൽകി അവരത് സ്വീകരിക്കുകയായിരുന്നു. കൂടാതെ വളരെ പ്രശസ്തനായ ഒരു ഹാർഡ് കോർ റസ്ലറായിട്ടുള്ള ജിമ്മി ഹാവോക്ക് AEWവിൻ്റെ ഭാഗമാകുന്നു എന്നുള്ളൊരു വാർത്ത AEW ഒഫീഷ്യൽസ് തന്നെ അവരുടെ യൂട്യൂബ് അക്കൗണ്ടിലൂടെ ഇപ്പോൾ പുതിയതായിട്ട് പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ AEWവിൻ്റെ ഭാഗമാകുന്നു ജിമ്മി ഹാവോക്ക് എന്ന് പറയുന്നത് AEWയിൽ നിന്ന് വളരെ ഒരു ഹാർഡ് കോർ സ്റ്റൈലിലുള്ള നല്ല മാച്ചുകൾ നമുക്ക് കാണാൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷ നൽകുന്നുണ്ട്. അപ്പോൾ ജിമ്മി ഹാവോക്ക് പോലുള്ള റസ്ലേഴ്സ് വരുന്നു. അതുപോലെ തന്നെ വളരെ മികച്ച സൂപ്പർ സ്റ്റാറുകൾ അവർ വളരെ കൃത്യമായിട്ട് തന്നെ തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ എന്തൊക്കെ തന്നെയായാലും WWEക്ക് വലിയൊരു വെല്ലുവിളി തന്നെയായിട്ട് മാറുകയാണ്. അപ്പോൾ കൂടുതൽ മത്സരം കൂടുതൽ കനക്കുന്നു. ഒപ്പം തന്നെ ഇപ്പോൾ അവർ മുൻനിര താരങ്ങളെ, WWEയിലെ നിലവിലുള്ള മുൻനിര താരങ്ങളെ കൂടി നോട്ടമിടുന്നു എന്ന് പറയുമ്പോൾ WWEയെ സംബന്ധിച്ച് വളരെ വലിയൊരു ഭീഷണി തന്നെയാണ്. കൂടാതെ ഇപ്പോൾ WWEയുടെ ഭാഗത്തുനിന്നും കൂടുതൽ അവർ അലർട്ടായിരിക്കുന്ന ഒരു സമയം. കാരണം നമ്മൾ ലാസ്റ്റ് കേട്ടു ഒരു വാർത്ത, കഴിഞ്ഞ ആഴ്ചയിലൊക്കെ നടന്ന സ്മാക്ക് ഡൗണിന് ശേഷം ഒരു പ്രത്യേക മീറ്റിങ്ങും അതുപോലെ സൂപ്പർ സ്റ്റാറുകളെ അവർ പ്രത്യേകമായിട്ട് അവർ ബാക്ക് സ്റ്റേജിൽ വിളിപ്പിച്ച് ഇപ്പോൾ അവരുടെ കോൺട്രാക്റ്റ് എക്സ്പയർ ആകാൻ പോകുന്ന പല സൂപ്പർ സ്റ്റാറുകളെയും WWE ഒഫീഷ്യൽസ് നേരിട്ട് ഒരു മീറ്റിങ്ങിന് വിളിച്ച്
അവരുമായിട്ട് നേരിട്ട് മുഖാമുഖം സംസാരിച്ച് അവരുടെ കോൺട്രാക്റ്റ് ഒന്നുകിൽ എക്സ്റ്റെൻഡ് ചെയ്യാനും WWE തന്നെ എക്സ്റ്റെൻഡ് ചെയ്യാനും, അല്ലെങ്കിൽ നിലവിൽ കോൺട്രാക്റ്റ് ഉള്ളവരുടെ അടുത്ത് തന്നെ എക്സ്പയർ ആകാൻ പോകുന്ന സൂപ്പർ താരങ്ങളെ ദീർഘകാല കോൺട്രാക്റ്റ് സൈൻ ചെയ്യിപ്പിക്കാനുമുള്ള ശ്രമങ്ങളാണ് അവർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നു. ഇത് AEWയിലേക്ക് അവർ മാറിപ്പോകാതിരിക്കാനുള്ള WWE ഭാഗത്തു നിന്നുള്ള ശ്രമങ്ങളാണ് ഇതെല്ലാം എന്നാണ് അറിയുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം, റോയൽ റംബിൾ നടന്നപ്പോൾ ഒരു ഫാനിൻ്റെ AEW ടീഷർട്ട് ധരിച്ചെത്തിയ ഒരു ഫാനിന് അത് AEW ടീഷർട്ട് അത് ഊരിക്കളയണമെന്ന് നിർബന്ധമായിട്ട് ഒരു സെക്യൂരിറ്റി ഗാർഡ് പറഞ്ഞതനുസരിച്ച് ആ ഒരു ഫാൻ തന്നെ അവിടെ വെച്ച് തന്നെ AEW ടീഷർട്ട് റിമൂവ് ചെയ്യുന്ന ഒരു രംഗങ്ങളെല്ലാം വീഡിയോ വളരെ വൈറലായിരുന്നു. അപ്പോൾ WWE AEWനെ അത്രമാത്രം സീരിയസ് ആയി കാണുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനയാണ്. ഒപ്പം തന്നെ ഫിൻ ബാലറെ പോലുള്ള ഒരു റെസ്ലർ AEWയിലേക്ക് പോയാൽ ഒരുപക്ഷെ ഫിൻ ബാലറിന് കൂടുതൽ മികച്ച അവസരങ്ങൾ AEW കരുതിയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ എന്തൊക്കെയായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ കമൻറ്റിലൂടെ തന്നെ അറിയിക്കുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യുക. തുടർന്ന് മറ്റൊരു എപ്പിസോഡിലൂടെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം.